സ്നേഹപൂർവ്വം ശ്യാമയിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുൺ രാധികയോട് പറയുന്നുണ്ട്, ദേ രാധികയെ, നീ ഒന്ന് മൂളിയാൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അന്ന് വിവാഹ മണ്ഡപത്തിൽ താൻ ചെയ്ത തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെയുള്ള ആർക്കൊക്കെയോ അവിടെ നടന്ന സകല കാര്യങ്ങളും അറിയാം. പിന്നെന്തിനു മറച്ചു വെക്കണം? രാധിക അപ്പോ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ അച്ഛന്റെ കാല് പിടിച്ചു കരഞ്ഞു. അച്ഛൻ നിർത്താതെ കരഞ്ഞു, എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ. അപ്പോഴേക്കും സുകുമാരിയമ്മ യശോദയെ വിളിച്ച് കാണിക്കുന്നുണ്ട് വരുണും രാധികയും തമ്മിൽ സംസാരിക്കുന്നത്. സുകുമാരിയമ്മ പറയുന്നുണ്ട്, നോക്ക് കണ്ടോ? യശോദ കാണുന്നുണ്ട് രാധികയുടെ കവളയെ പിടിച്ച് സംസാരിക്കുന്നതൊക്കെ. യശോദ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. അച്ഛനെ ഇനി വേദനിപ്പിച്ചാലും 10 ജന്മം കഴിഞ്ഞാലും എനിക്ക് സമാധാനം കിട്ടില്ല. അച്ഛനല്ല, എനിക്ക് ദൈവം തന്നെയാ, രാധിക വരുണിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുകുമാരി അമ്മ അവരുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുക. അപ്പോഴേക്കും യശോദ തടയുന്നുണ്ട്. സുകുമാരി അമ്മ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ ചോദിക്കണ്ട്. യശോദ അപ്പം പറയുന്നുണ്ട്, എന്നിട്ട് അമ്മ എന്താ അമ്മ സംഭവിക്കും? എനിക്കും അമ്മയ്ക്കൊക്കെ ഇത് അറിയാമെന്ന് വരുണിന് മനസ്സിലാവില്ലേ? അപ്പൊ പിന്നെ പ്രിയങ്ക മോളെ ഉപേക്ഷിക്കാൻ അവന് എളുപ്പമല്ലേ? അമ്മയൊന്ന് ചിന്തിച്ചു നോക്ക്. സുകുമാരി അമ്മ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ, പക്ഷെ അവളെ ഇങ്ങനെ വിട്ടൂടെ യശോദേ? രാധിക വരുണിനോട് പറയുന്നുണ്ട്, വരുൺ ഇവിടുന്ന് പോ, നാളെ പകൽ ഞാൻ ക്ഷേത്രത്തിനടുത്ത് വരാം. വരുണപ്പം പറയുന്നുണ്ട്, താൻ വരില്ല, ഇതിപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാ. രാധിക അപ്പൊ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മയോ മുത്തശ്ശിയോ അച്ഛനോ ഈ കാഴ്ച കണ്ടാൽ, നമ്മൾ തമ്മിലുള്ള സംസാരം കേട്ടാൽ പിന്നെ ഈ രാധിക ഉണ്ടാവില്ല. അപ്പൊ വരുൺ പറയുന്നുണ്ട്, ശരി നിക്ക്, പക്ഷെ എനിക്ക് സംസാരിക്കണം, തന്റെ തീരുമാനം അറിയണം. ദേ നാളെ വന്നേ പറ്റൂ. രാധികയുടെ കവിളിൽ പിടിച്ച് ശരിയെന്ന് പറഞ്ഞിട്ട് വരുൺ പോവുക. രാധിക റൂമിൽ കയറി കഥ അടയ്ക്കുന്ന സമയത്ത് തെറ്റിടുക. രാധിക അപ്പോൾ കുമാരിയമ്മയെ കാണുന്നുണ്ട്, കൂടെ യശോദയും. രാധിക ഞെട്ടി നിൽക്കുക. യശോദ രാധികയുടെ കരണത്തടിക്കുക. എന്നിട്ട് യശോദ പറയുന്നുണ്ടെങ്കിൽ പോകാമായിരുന്നില്ലേ നിനക്ക്? എങ്ങനെ നിനക്ക് ഇതിനൊക്കെ സാധിക്കുന്നു? അപ്പോൾ സുകുമാരിയമ്മ പറയുന്നുണ്ട്, ഇവൾ വിളിച്ചു വരുത്തിയതാ. രാധിക അപ്പൊ പറയുന്നുണ്ട്, അല്ലാന്ന്. സുകുമാരിയമ്മ അപ്പൊ പറയുന്നുണ്ട്, പോകരുത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് നോക്ക്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവളായിരുന്നല്ലോ നീ ഇതുവരെ, ഇപ്പോഴും നീ കഷ്ടപ്പെടുന്നുണ്ട് ആറ്റുവാശ്ശേരിയുടെ അന്തസ് ഇല്ലാതാക്കാൻ. അപ്പോൾ ദേവൻ വിളിക്കുന്നുണ്ട് യശോദയെന്ന്. പെട്ടെന്ന് ദേവ അവരുടെ അടുത്തേക്ക് വരുക. ദേവൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ, എന്താ കാര്യം? സുകുമാരിയമ്മ അപ്പൊ പറയുന്നുണ്ട്, ഇവരുടെ മനസ്സ് വയ്യാതിരിക്കുവല്ലേ, ഇവളെ നോക്കണമെന്ന് ഞാൻ യശോദയോട് പറഞ്ഞിരുന്നു. മുറിയിലെ കണ്ടില്ല. ചെന്ന് നോക്കിയപ്പോ വീടിന് പുറത്ത് നിൽക്കുക. മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നു, അബദ്ധം എന്തെങ്കിലും കാണിച്ചാലോ എന്ന് കരുതി ദേവനപ്പോ രാധികയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, പോയി ഉറങ്ങാൻ നോക്ക്, ചെല്ല് എന്ന് ദേവൻ പറയുക രാധികയോട്. അപ്പോൾ സുകുമാരി അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പോയി കിടന്നോ യശോദയെ, കൊല്ലാനും കൊല്ലാനുമെന്നുമല്ല, പറഞ്ഞു മനസ്സിലാക്കാനാ. ഇത് കേട്ട് ദേവനെ യശോദയും പോവുക. സുകുമാരി അമ്മ അപ്പോ രാധികയോട് പറയുന്നുണ്ട്, കള്ളം പറഞ്ഞത് നിന്നെ രക്ഷിക്കാനല്ല, എന്റെ മകന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ. ആറ്റുവാശ്ശേരി കുടുംബത്തിനോട് നിനക്കിനി ഒരു ബന്ധവുമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. അല്പമെങ്കിലും ദേവ് ആ കയറി പോയവനോടുണ്ടെങ്കിൽ ഇറങ്ങി പോടി. സുകുമാരി അമ്മ രാധികയോട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അമ്മ രാധിക ചിന്തിക്കുന്നുണ്ട്, യശോദ തല്ലിയതും സുകുമാരി അമ്മ പറഞ്ഞ കാര്യങ്ങൾ. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവളായിരുന്നല്ലോ നീ, ഇപ്പോഴും നീ കഷ്ടപ്പെടുന്നുണ്ട് ആറ്റുവാശ്ശേരിയുടെ അന്തസ് ഇല്ലാതാക്കാൻ. ഇതൊക്കെ രാധിക ചിന്തിക്കുന്നുണ്ട്. നാളെ നേരം വിളിക്കുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. സുകുമാരി അമ്മ പറഞ്ഞ കാര്യവും ചിന്തിക്കുന്നുണ്ട്. രാധിക പെട്ടെന്ന് ബേഗൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ അകത്ത് വെക്കുന്നുണ്ട്. രാധിക ബേഗം എടുത്ത് ദേവന്റെ യശോദയുടെ അടുത്ത് വരുക. രണ്ടുപേരും നല്ല ഉറക്കോ. രാധിക അവിടെ നിന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ട്, ഭാഗ്യക്കേടിന്റെ ഒരു കൂടാരമാ ഞാൻ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്തി എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നു. വഴിയിൽ കിടന്ന ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി ഇത്രയും ആക്കിയിട്ട് നന്ദികേട് കാണിക്കാൻ എനിക്ക് വയ്യ. ഞാൻ കാരണം ആരും കരയരുത്, ഞാൻ ഇറങ്ങുക എന്നേക്കുമായി. എന്നിട്ട് രാധിക യശോദയെ തൊടാനായിട്ട് പോകുന്നുണ്ട് എന്ന് രാധിക ചിന്തിക്കുന്നുണ്ട്. യശോദ അടിച്ച കാര്യം പെട്ടെന്ന് കൈമാറ്റുക. ഇവന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. രാധിക കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. രാധിക പോകുന്നത് ക്ഷേത്രനടയിലോട്ടാ. ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത ഇടം, ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്തവരെല്ലാം വിട്ടു ഞാൻ പോവുക. ഇനി ഒരിക്കലും ഈ നടയിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ചെയ്തത് തെറ്റായി പോയെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും എന്നെ ശിക്ഷിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നൊരു വിളി കേൾക്കുക. രാധിക അമ്പരന്ന് ചുറ്റും നോക്കുന്നുണ്ട്. ചിരിയും കേൾക്കുന്നുണ്ട്. എങ്ങോട്ടാ ഈ നോക്കുന്നത്? ഈ ശബ്ദം കേട്ട് രാധിക ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് അവിടെ നിൽക്കുന്നത് രാധിക കാണുക. രാധിക അതിശയത്തോടെ നോക്കുക. രാധിക തൊഴുന്നുണ്ട്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് രാധികയെ നോക്കുന്നുണ്ട്. രാധിക പറയുന്നുണ്ട്, കൃഷ്ണൻ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെയൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല, ഈ നാട്ടിൽ നിന്നും പോകാനും പറ്റില്ല. രാധിക അപ്പൊ ചോദിക്കുന്നുണ്ട്, പിന്നെന്ത് വേണം? പെട്ടെന്ന് നോക്കുന്ന സമയം കൃഷ്ണനെ അവിടെ കാണുന്നില്ല. രാധിക കൃഷ്ണ എന്ന് വിളിക്കുന്നുണ്ട്. കൃഷ്ണൻ പറയുന്നുണ്ട്, തെറ്റിദ്ധാരണയാണല്ലേ എല്ലാം, അത് നീങ്ങുവാൻ അതിന്റേതായ സമയം ആവശ്യമില്ലേ, തിടുക്കം അബദ്ധങ്ങൾ ഉണ്ടാക്കിയേ ഉള്ളൂ. രാധിക അപ്പൊ പറയുന്നുണ്ട്, പക്ഷേ വയ്യ, എത്ര നാൾ ഇങ്ങനെ എല്ലാവരുടെയും വെറുപ്പ് കൃഷ്ണൻ പറയുന്നുണ്ട്, ഏത് ജന്മത്തിനും ചില ദുർഘടമായ യാത്രകളുണ്ട്, അത് താങ്ങാതെ നിവർത്തിയില്ല. അത്തരം പാതകളിലൂടെ നാം കടന്നുപോയിട്ടുണ്ടല്ലോ, അറിഞ്ഞുകൂടെ? കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അതേപ്പോ പറയുന്നുണ്ട്, ഭഗവാൻ പ്രപഞ്ചത്തിന്റെ നാഥന, എതിരായി വരുന്നതെല്ലാം അങ്ങയുടെ ശിരസിന്റെ ബലം പുഷ്പങ്ങളായി വീഴും. പക്ഷേ കേവലം മനുഷ്യകുലത്തിൽപ്പെട്ട് എനിക്ക് അങ്ങനെയല്ലല്ലോ. വീണ്ടും കൃഷ്ണനെ കാണുന്നില്ല. രാധ ഓടിപ്പോയി നോക്കണം. കൃഷ്ണൻ രാധയോട് പറയുന്നുണ്ട്, ആര് പറഞ്ഞു? ശുദ്ധമായ മനസ്സ്, നന്മ നിറഞ്ഞ പ്രവൃത്തി ഒരാളുടെ ദൈവികമായ ലക്ഷണം തന്നെയാണ്. കുറച്ചു
കാലം ധാർമ്മികത്തിന് താഴെ ആയാൽ പോലും ആ നന്മയും ശുദ്ധി തിളങ്ങിക്കൊണ്ടേയിരിക്കും. രാധിക അപ്പൊ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പരീക്ഷിക്കുകയാണോ കൃഷ്ണ? ഭഗവാൻ അപ്പൊ പറയുന്നുണ്ട്, പരീക്ഷണങ്ങളുടെ കടൽ താണ്ടി എത്തുന്നവർ ചെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടു പോകും. അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്? എങ്കിൽ വിശ്വസിക്കുക. മായ കാഴ്ചകൾ ഒരുപാടുണ്ട്, അതിലൊന്നും വീണു പോകാതിരിക്കുക. നല്ലത് വരട്ടെ. രാധിക കൃഷ്ണൻ നോക്കി തൊഴുന്നുണ്ട്. പെട്ടെന്ന് കൃഷ്ണ അപ്രത്യക്ഷമാകുന്നുണ്ട്. രാധിക ഓടിപ്പോയി എല്ലായിടത്തും നോക്കുന്നുണ്ട്. പെട്ടെന്ന് രാധിക തല ചുറ്റി അവിടെ തന്നെ വീഴുന്നുണ്ട്. രാവിലെ ആയപ്പോ തന്നെ ദേവൻ ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് ഒരുങ്ങും. യശോദ രാധികയുടെ റൂമിൽ വന്ന് നോക്കുന്നുണ്ട്. രാധിക മോളേന്ന് വിളിക്കൂ. യശോദ പുറത്തൊക്കെ പോയി നോക്കുന്നുണ്ട്. യശോദ സുകുമാരി അമ്മയുടെ അടുത്ത് പോവുക. എന്താന്ന് ചോദിക്കുന്നുണ്ട്. യശോദ അപ്പം പറയുന്നുണ്ട്, രാധിക അവരുടെ മുറിയിലില്ല. ഞാൻ പുറത്തു നോക്കി, എവിടെയും കാണാനില്ല. അവൾ എവിടെ പോയതായിരിക്കും? ഇപ്പോഴേക്കും ദേവൻ വിളിക്കുന്നുണ്ട് യശോദയെ. കുമാരിയമ്മ പറയുന്നുണ്ട് യശോദയോട്, ദേവനോട് ഇപ്പൊ ഒന്നും പറയാൻ, ദേവൻ അമ്പലത്തിലോട്ട് പോട്ടെ. യശോദ അപ്പോ ദേവന്റെ അടുത്ത് പോവുക. ദേവൻ ക്ഷേത്രത്തിലോട്ട് പോവാൻ നിൽക്കും. യശോദ പറയുന്നുണ്ട്, ദേ വരുന്നു. ദേവ യശോദയോട് ചോദിക്കുന്നു, മോളെ എഴുന്നേറ്റില്ലേ? എന്നും അവളെയാണല്ലോ കണി കാണാറുള്ളത്. യശോദ അപ്പൊ പറയുന്നുണ്ട്, ഇന്നലെ ഒരുപാട് വൈകിയല്ലേ കിടന്നത്, അതാവും എഴുന്നേക്കാത്തത്. ദേവനപ്പ പറയുന്നു, ഏതായാലും കാണാതെ ഇറങ്ങാൻ മനസ്സ് വരുന്നില്ല, ഞാനൊന്ന് അതിയുടെ അടുത്തോട്ട് പോവാനായിട്ട് കുമാരിയമ്മ വിളിക്കുന്നു. ദേവ സമയം തെറ്റിക്കാൻ നീ ചെല്ല്. വിളിച്ചുണർത്തിയാലും കരച്ചിൽ തന്നെ ആയിരിക്കുമല്ലോ. രാവിലെ തന്നെ മനസ്സിന് വിഷമം ഉണ്ടാക്കണ്ട. കുമാരിയമ്മ ദേവനപ്പ പറയുന്നുണ്ട്, ഉണരുമ്പോൾ അവളെ ആരും വഴക്ക് പറയാൻ നിൽക്കണ്ട, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവൻ പോവുക. യശോദ പറയുന്നുണ്ട്, അമ്മേ എന്റെ മോള്. കുമാരിയമ്മ പറയുന്നു, എന്റെ മോള്. പെട്ടെന്ന് സുകുമാരിയമ്മ എന്തോ കണ്ടതുപോലെ, അതെന്താ